യുവതികൾ പുറത്തുവിട്ട ആ ഒരു വീഡിയോയുടെ മുഴുവൻ ഭാഗവും സംഭാഷണവും ന്യൂസ് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് പോവുകയാണ്. മുഴുവൻ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിനകത്തൂടെ പുറത്തുവിട്ടു. നിങ്ങൾക്ക് 3 പേർക്ക് ജീവിക്കാൻ പറ്റാത്ത വകുപ്പ് ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? എത്ര രൂപയാണ് പറ്റിച്ചേക്കുന്നത് ദിവ്യ ചേച്ചി? അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ? വിളിച്ചാണല്ലോ ചേച്ചി. നിങ്ങളെ വിളി നിർത്തിക്കോ, പല്ലടിച്ചാ പൊട്ടിക്കും. എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക്. നിങ്ങളോട് നിങ്ങൾ സത്യം പറയാലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെ കാൽത്താറ സൈഡ് എനിക്കുണ്ട്. അത് കാണിപ്പിച്ചു. നിങ്ങളെ കാൽത്താറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. എനിക്കൊന്നും കേൾക്കാൻ വയ്യല്ല. സൂയിസൈഡ് ഞാൻ പോകുന്നു പറ. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ 1000 ടീഷർട്ട് വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാവയോ നിങ്ങൾ മുമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി, എന്റെ കോപ്പ് കുറച്ചൊക്കെ തീർന്നു. അതിന്ന് ഉച്ചവരെ. മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവുകയാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചോണ്ടിരുന്നോ? മനസ്സിലായില്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളായിട്ട് നിങ്ങൾ ഇറങ്ങി. മനസ്സിലായില്ലേ? ഒരു പെണ്ണായ ഞാനൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വായിട്ട് ഒരച്ച് നിങ്ങൾ കുറച്ചുനാൾ മഴ തിരികൊണ്ടിരിക്കുന്നു ഞാൻ. കേട്ടാ സോറി ചേച്ചി. സോറിയല്ല, മനസ്സിലായില്ലേ? സോറി ആർക്ക് സോറി? ആർക്ക് സോറി പറയണം? ആർക്ക് തന്നെ സോറി തന്നല്ലോ. എഴുതി വെച്ചോ. യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ തൊലിക്കും. യൂട്യൂബിലൂടെ നിങ്ങളുടെ ഫുൾ ഇമേജ് ഞാൻ തൊലിക്കും. നിങ്ങൾക്ക് ലോകത്തെവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും. മനസ്സിലായല്ലോ? ലൈഫിൽ നിങ്ങൾ ആരും വാട്സാപ്പിൽ ഇനി പ്രൊഫൈൽ പിക്ചർ ഇടൂല. അത് ഇന്ന് നിങ്ങൾ നിർത്തും. ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ്. ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും. മനസ്സിലായല്ലോ? നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു. ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ മിസ്റ്റേക്സ് കാണിക്കല്ലേ, പ്ലീസ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി. നിങ്ങൾ അനിയത്തിമാരെ പോലെ കണ്ടു നോക്കി. ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി. ഞാൻ ചെയ്തിട്ട് എന്നോട് നിങ്ങൾ ചെയ്ത് എന്താണ്? നിങ്ങൾ എന്താ എന്നോട് ചെയ്ത്? പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ, ഇപ്പൊ ദിവ്യക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ, അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അവര് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത്. അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ്. തന്റെ അച്ഛൻ എടുത്ത സ്റ്റോക്കാണോ ദിവ്യ അത്? തന്റെ അച്ഛൻ മൈസൂരിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത്? പറ ദിവ്യ. താൻ ട്രെയിൻ കയറി മൈസൂരിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത്? അല്ല. പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത്? അത് ആരോട് ചോദിച്ചിട്ട് ദിവ്യ വിറ്റു? 55,000 രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു? എന്നോട് ചോദിച്ചോ? അശ്വിനോട് ചോദിച്ചോ? ആരോട് ചോദിച്ചു? പറ. ഇത്രയും നേരം അശ്വിൻ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ? മാന്യമായിട്ടാണോ ദിവ്യ ചോദിച്ചുകൊണ്ടിരുന്നേ? തന്റെ വായിക്കാത്ത ചേച്ചി അതല്ലേ ചേച്ചി പറഞ്ഞത് 50-നകത്ത് ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ട്. 50ന്റെ നേരിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെപ്പാടിച്ച പൊട്ടിക്കാൻ 50ന്റെ അകത്ത് നീ ഇനി 50-നകത്തുനിന്ന് പറഞ്ഞ വിവരം അറിയും. പൊന്നാര മോളെ, നീ വിവരം അറിയും. മനസ്സിലായില്ലേ?
നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡിയോ എന്ത് കുന്തം ചെയ്ത് നീ പുറത്തു വിട്ടാൽ എനിക്ക് പ്രശ്നമല്ല. മനസ്സിലായില്ലേ? കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ. മനസ്സിലായില്ലേ? മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു. ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട്. എന്റെ കൊച്ചിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു നിങ്ങളെ കാരണം. ട്രിപ്പ് എടുത്ത് കിടക്കുമായിരുന്നു നിങ്ങളെ കാരണം. മനസ്സിലായില്ലേ? ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് ദിവ്യ, പ്രത്യേകിച്ച് ദിവ്യ ഈ ഇത്ര നേരം നമ്മൾ ചോദിച്ചിട്ടും ഇതിലൊരൊറ്റ സ്ക്രീൻഷോട്ട് നീ എനിക്ക് അയച്ചെന്നില്ലോടി. എന്നിട്ട് എന്താ നീ പറഞ്ഞ പങ്കിട്ടെടുത്തുന്ന ഒരൊറ്റ അടി വെച്ചില്ല പങ്കിട്ടെന്നങ്ങ് നീ പറഞ്ഞ കേട്ടല്ലോ. നീ ഒരടിക്കുള്ളതേ നീ ഉള്ളൂ കേട്ടല്ലോ. ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ. അതിന് ഞാൻ വിചാരിച്ചാ മതി, വേറെ ആരും വിചാരിക്കണ്ട. പോലീസൊന്നും ഞാൻ ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായോ ഇല്ലയോ ദിവ്യക്ക്? ആ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വാ. പോലീസ് സ്റ്റേഷനിൽ എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ പിടിച്ചിട്ടായാലും ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും. കാര്യം ഇതിന് എനിക്കൊരു ഉത്തരം വേണം. നിനക്കൊക്കെ എന്തോന്ന് മിനി സ്റ്റേഷനിൽ തരാൻ പറ്റൂലല്ലേ? കാര്യം എന്ത് ഇരിക്കല്ലേ? എത്ര ഹോൾസെയിൽ പർച്ചേസസ് അവിടെ വന്നെന്നുള്ളതിന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മനസ്സിലായില്ലേ? ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി ചേച്ചി. കണ്ടവരുടെ പാർസൽ അയച്ചു വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ. മനസ്സിലായില്ലേ? ആണോ അല്ലയോ ദിവ്യ? ആണോ അല്ലയോ? വാ തുറക്ക. എന്റെ കാലങ്ങൾ തൊട്ടോടടി പെണ്ണെ കൈ അരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. എന്റെ കാലത്തിന്റെ അടുത്ത് വരാൻ നിനക്കൊന്നും പറ്റില്ലോടി. നാറിയ കേസുകള് കാല തൊട്ട കൊന്നുകളെ ഞാൻ. നിനക്ക് അറിഞ്ഞൂടാ കേട്ടല്ലോ. നിനക്ക് യുവതികൾ പുറത്തുവിട്ട 20 സെക്കൻഡ് വീഡിയോയുടെ ഫുൾ വീഡിയോയാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ പ്രേക്ഷകർ കണ്ടത്. 6 മിനിറ്റ് 57 സെക്കൻഡ് വരുന്ന സംഭാഷണമാണിത്. സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട് 50,000 രൂപ വെച്ച് എടുത്തുവന്ന യുവതികൾ സമ്മതിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ഗർഭിണിയായിട്ടുള്ളൊരു യുവതിയെ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് അതിൽ ദിയ പ്രത്യേകമായി എടുത്തു പറയുന്നത്. അതിവൈകാരികമായിട്ടുള്ള സംഭാഷണമാണ് നമുക്കതിലൂടെ കേൾക്കാനാവുന്നത്. അതിൽ യുവതികൾ ഒടുവിൽ ക്ഷമാപണം നടത്തുന്നതും ആ വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്.